കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരായ എല്ലാ ബഹുമാന്യ സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ വന്യമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ മഹാവ്യാധിയുടെയും ഈ പ്രയാസത്തിൻ്റെയും സാഹചര്യത്തിലും നമുക്ക് ഇങ്ങനെ ദൈവവചനം കേൾക്കുവാനും ദൈവവചനം ശുശ്രൂഷിക്കുവാനും ഒക്കെ ദൈവം തരുന്ന അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ അതിന് സഹായകരമായിരിക്കുന്നതോർത്തും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവം എല്ലാവരെയും അവരവരുടെ ചുമതലകളിൽ വിശ്വസ്തരായിരിക്കാൻ സഹായിക്കട്ടെ. നമുക്കും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒട്ടും പുറകോട്ട് പോകാതെ, കർത്താവിൻ്റെ നന്മയെ ഒരിക്കലും സംശയിക്കാതെ, ആത്മവിശ്വാസത്തോടും ദൈവാശ്രയബോധത്തോടും കർത്താവിനെ വിശ്വസിച്ചും നമുക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അതിനനുഗ്രഹിക്കട്ടെ. നാം റോമാലേഖനം 13-ാമത്തെ അധ്യായമാണല്ലോ ചിന്തിച്ചു വരുന്നത്. 13-ാമത്തെ അധ്യായത്തിൽ ദൈവപൈതലിൻ്റെ 3 ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത് രാഷ്ട്രത്തോടുള്ള നമ്മളുടെ ബന്ധം, രണ്ടാമത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട്, ദൈവപ്രമാണത്തോട്, നിയമങ്ങളോടുള്ള നമ്മളുടെ ബന്ധം, മൂന്നാമതായി കർത്താവിൻ്റെ മടങ്ങിവരവിനോടുള്ള നമ്മളുടെ ബന്ധവും കർത്താവിൻ്റെ മടങ്ങിവരവ് എന്ന യാഥാർത്ഥ്യത്തോടുള്ള നമ്മളുടെ പ്രതികരണവും. ഈ 3 കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ സഭയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ദൈവ പൈതലിന് രാഷ്ട്രത്തോടുള്ള ബന്ധം, അതാണ് ആദ്യത്തെ 7 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. ഏത് കാലഘട്ടത്തിലും സഭയും രാഷ്ട്രവും എങ്ങനെ മുൻപോട്ട് പോകണം, സഭയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തകന്മാരിടയിൽ വലിയ വലിയ അഭിപ്രായങ്ങളും പല തത്വങ്ങൾ അവർ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും ഓരോ ഇലക്ഷൻ വരുമ്പോഴും സമുദായ നേതാക്കന്മാരോട് ചെന്ന് സഹായം അഭ്യർത്ഥിക്കുവാൻ രാഷ്ട്രീയ നേതാക്കന്മാർ മുതിരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. പലപ്പോഴും സമുദായ സംഘടനകൾ രാഷ്ട്രീയ കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നതും അവരുടെ ഓരോ സമുദായത്തിനും അവരുടെ വ്യക്തി താല്പര്യങ്ങൾ, അവരുടെ സ്വന്തമായ താല്പര്യങ്ങൾ നിവർത്തിച്ച് കിട്ടുവാനായി അവർ അധികാരികളുടെ മുമ്പിൽ അവരെ അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഒരു യഥാർത്ഥ ദൈവപൈതലിന് രാഷ്ട്രത്തോടുള്ള ബന്ധം എന്തായിരിക്കണം? ഞാൻ പറഞ്ഞല്ലോ, 4 പ്രധാന തത്വചിന്തകളാണ് ഇത് സംബന്ധമായി മനുഷ്യ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ചരിത്രത്തിലൂടെ തിയോളജിയൻസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അവർ അത് ഒബ്സർവ് ചെയ്തു. ഇതൊക്കെ അവിടെ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് എരസ്റ്റിയാനിസം എന്നാണ് ടെക്നിക്കലായിട്ട് പറയുന്നത്. എരസ്റ്റിയാനിസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം സഭയെ നിയന്ത്രിക്കുന്ന ഒരു ചിന്ത. രാഷ്ട്രം സഭയെ നിയന്ത്രിക്കുന്നു, അങ്ങനെയുള്ളൊരു ചിന്തയാണ് എരസ്റ്റിയാനിസം. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രം സഭയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് ആ രാഷ്ട്രം പറയുന്ന കാര്യങ്ങൾക്ക് നിയന്ത്രണം, അവർ പറയുന്ന നിയന്ത്രണങ്ങൾക്ക് സഭ കീഴ്പ്പെട്ട് കൊടുക്കണം എന്ന് പറയുന്നത് ബൈബിൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് വേണ്ടി ഇങ്ങനെ പറയാം, രാഷ്ട്രം സഭയെ സംരക്ഷിക്കുന്നു. ഭൗമിക വിഷയത്തിൽ ദൈവമാണ് സംരക്ഷിക്കുന്നത്. പക്ഷേ ഭൗമിക വിഷയങ്ങളിലുള്ള സംരക്ഷണം രാഷ്ട്രത്തിൻ്റെ കടമയാണ്. അങ്ങനെ പറയുന്നതാണ് നല്ലത്. അല്ലാതെ രാഷ്ട്രം സഭയെ നിയന്ത്രിക്കുന്നു എന്ന നിലയിലേക്ക് സഭ താണുപോകരുത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു തത്വം ഈ പഠിതാക്കൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിയായ തത്വമല്ല.
രണ്ടാമത്തത് തിയോക്രസി എന്നുള്ള ഒരു തത്വമാണ്. തിയോക്രസി എന്ന് പറഞ്ഞാൽ സഭ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്ന സഭയാണ് ഇവിടെ കാര്യങ്ങൾ ഭരണം നടത്തുന്നത് എന്നുള്ള ഒരു ചിന്തയാണ്. നമുക്കറിയാം ഇന്ന് വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു പട്ടണം തന്നെയുണ്ട്. അതൊരു രാജ്യവുമാണ്. റോമൻ കത്തോലിക്ക സഭയുടെ അധികാരിയായിരിക്കുന്ന പോപ്പ് എന്നറിയപ്പെടുന്ന ആ ബഹുമാന്യനായ ദൈവദാസൻ അദ്ദേഹമാണ് അതിൻ്റെ ഭരണാധികാരി. വത്തിക്കാൻ അതൊരു രാഷ്ട്രവുമാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിൽ വന്നപ്പോൾ രാഷ്ട്രം അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തത് ചിലർ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം മതാധ്യക്ഷൻ എന്ന പേരിലല്ല, രാഷ്ട്രത്തലവൻ എന്ന പേരിലാണ് അദ്ദേഹത്തിന് ഇവിടെ രാഷ്ട്രം സ്വീകരണം കൊടുത്തതെന്ന് അധികാരികൾ മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതൊരു രാഷ്ട്രമാണ്. അപ്പോൾ അതുപോലെ തിയോക്രസി, അവിടെ ആ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന സഭയാണ്. അങ്ങനെ ഒരു സംവിധാനം, അങ്ങനെ ലോകത്തിൽ ഒരെണ്ണം ഒരു ഉദാഹരണത്തിലെടുത്ത് കാണിക്കാനായിട്ടുണ്ട്. നമുക്കറിയാം മറ്റൊരു തിയോക്രാറ്റിക് നേഷൻസ് പലതുമുണ്ട്. നമ്മൾ സെക്കുലറാണ്. സെക്കുലർ എന്ന് പറഞ്ഞാൽ മതത്തിന് അതീതമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് നമുക്കുള്ളത്. എന്നാൽ ലോകത്തിൽ മതങ്ങൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രങ്ങളുണ്ട്. നമുക്കറിയാം ഇപ്പോൾ സൗദി അറേബ്യ നിയന്ത്രിക്കുന്നത് മതമാണ് പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത്. അതുപോലുള്ള പല ഗൾഫ് രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്നത് മതമാണ് നിയന്ത്രിക്കുന്നത്. അതാണ് തിയോക്രസി. അവരുടെ ദൈവമാണ് അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. രാഷ്ട്രവും അതുപോലെ ഒന്നിച്ചാണ് പോകുന്നത്. അത് തിയോക്രസി. അത് വേദപുസ്തകം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല എന്നൊക്കെ പറയുമ്പം, വേദപുസ്തകം അംഗീകരിക്കാൻ കാര്യമല്ല എന്ന് പറയുമ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നു. അയ്യോ അങ്ങനല്ലേ പറയേണ്ടത് എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയാം. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ദൈവത്തെ പിൻപറ്റേണ്ടത് ഇവിടെ നിയമങ്ങൾ അങ്ങനെ നിഷ്കർഷിക്കുന്നത് കൊണ്ടല്ല, ദൈവത്തോടുള്ള സ്നേഹം നിമിത്തമായിരിക്കണം. നിയമനിർബന്ധിതമായ ഒരു മതജീവിതമല്ല. ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിലുള്ള വിശ്വാസവും കൊണ്ട് സ്നേഹത്തോടെ സ്വമേധയാ സമർപ്പിച്ചു കൊടുത്ത് ദൈവമഹത്വത്തിനായി ദൈവപ്രസാദത്തിനായി ജീവിക്കുന്ന ജീവിതമാണ് ബൈബിൾ വിവക്ഷിക്കുന്നത്. ഒരിക്കലും തിയോക്രസി അതിന് ഇടയാക്കുന്നതല്ല. ചില ആളുകളൊക്കെ പറയും എല്ലാവരും അങ്ങ് ദൈവമക്കളായി. എല്ലാവരും ദൈവമക്കൾ പേരിനായാൽ പോരാ, നേരിൽ ദൈവമക്കളാകണം. നമുക്കറിയാമല്ലോ, കർത്താവിന് ഒരു അധികാരിയെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ കൊണ്ടുവന്ന് അധികാരസ്ഥാനത്ത് അങ്ങോട്ട് വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ആകണം എന്ന് പറഞ്ഞ് ഒരു നിയമം കൊണ്ടുവന്ന് നിർബന്ധിച്ച് എല്ലാവരെയും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അനുയായികളാക്കിയാൽ ബൈബിൾ അതല്ല പറയുന്നത്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ പറ്റിയ ഒരു അബദ്ധമാണ്. ദൈവസഭയുടെ അധപ്പതനം 4-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയത് അവിടെയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എംപറർ കോൺസ്റ്റന്റൈൻ, നമുക്കറിയാമല്ലോ, എംപറർ കോൺസ്റ്റന്റൈൻ അദ്ദേഹം മനം മാറാതെ മതം മാറിക്കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് വലിയ അംഗീകാരമൊക്കെ ലഭിച്ചു. വലിയ നിയന്ത്രണങ്ങളുമൊക്കെ വലിയ കാര്യങ്ങളെല്ലാം സഭയുടെ വലിയ ഒരു സ്വാധീനം ഭരണ സംവിധാനത്തിലുണ്ടായി. സഭ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിലേക്ക് അധപ്പതിച്ചു. പുണ്യസൗരങ്ങളെ, അവിടെയാണ് സഭയുടെ അധപ്പതനം അവിടെയായിരുന്നു. കർത്താവ് ഒരിക്കലും ഒരു രാഷ്ട്രീയമായ ഒരു സംവിധാനം സഭയ്ക്ക് നിയമിച്ചു തന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുവാൻ അല്ല ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ദുഷ്ടൻ്റെ അതിലിരിക്കുന്ന ലോകത്തിൽ ദൈവവചനം നിഷ്കർഷിക്കുന്ന പോലെയുള്ള ഒരു ജീവിതം ഒരിക്കലും നിയമം കൊണ്ട് ഇവിടെ നടപ്പാക്കുവാൻ കഴിയുന്നതല്ല. അങ്ങനെ നടപ്പാക്കിയാൽ അതൊട്ട് ദൈവസഭ ആകുകയുമില്ല. തിയോക്രസി എന്ന് പറയുന്നതും നമ്മൾ ഒരിക്കലും ദൈവവചനത്തിൽ കാണുന്ന ഒരു കാര്യമല്ല. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നോർത്ത് നോക്കിക്ക്, പല ആളുകളും പറയും ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭരണാധികാരികളും അങ്ങ് ദൈവമക്കളായി. സന്തോഷം, അങ്ങനെ ആയ സന്തോഷം. പക്ഷേ ഭരണാധികാരികൾ എല്ലാം ദൈവമക്കളായതുകൊണ്ട് മറ്റുള്ള എല്ലാവരും ദൈവമക്കളായി ജീവിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവത്തോടുള്ള ബന്ധം വ്യക്തിപരമാണ്, നിയമനിർബന്ധിതമല്ല. ദൈവത്തോടുള്ള ബന്ധം വ്യക്തിപരമാണ്. ഓരോരുത്തരും ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും നിമിത്തം ദൈവത്തിനായി തങ്ങളെ സമർപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ നിർബന്ധത്താലല്ല, നിയമത്താലല്ല. അതുകൊണ്ട് തിയോക്രസി എന്ന് പറയുന്നതും വേദപുസ്തകം വിഭാവനം ചെയ്യുന്നൊരു കാര്യമല്ല. മൂന്നാമത്തത് കോൺസ്റ്റാന്റിനിയനിസം എന്ന് പറയും. കോൺസ്റ്റാന്റിനിയനിസം അതും ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രയോഗമാണ്. കോൺസ്റ്റാന്റിനിയനിസം
ഈ കോൺസ്റ്റാന്റിനിയനിസം എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചാ ബന്ധം. ഇതിൽ രാഷ്ട്രം സഭയെ അനുകൂലിക്കുകയും സഭ രാഷ്ട്രത്തിൻ്റെ പ്രീതി നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതെ, രാഷ്ട്രം സഭയെ അനുകൂലിക്കുന്നു. അപ്പം പക്ഷേ സഭ രാഷ്ട്രത്തെ പ്രീതിപ്പെടുത്താനായി എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിലപാട് സ്വീകരിക്കാനായി സഭ ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. ഉപദേശങ്ങളൊക്കെ ഇച്ചിരി അങ്ങ് മാറ്റുന്നു. അങ്ങനെയാണല്ലോ ഇപ്പം നമുക്ക് ഇത് സഭാ നേതൃത്വത്തിൻ്റെ തലത്ത് കാണാൻ കഴിയും. കോൺസ്റ്റാന്റിനിയനിസം, ആ ഒരു ചിന്ത നമ്മുടെ സഭാ നേതാക്കന്മാരുടെ മേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്താ, എല്ലാവരെയും പ്രസാദിപ്പിക്കണം. അതുകൊണ്ടാണ് ഇൻക്ലൂസിവിസം എന്ന ഒരു തിയറി തന്നെ ആളുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസിവിസം എന്ന് പറഞ്ഞാൽ ഏതൊരു മതവിശ്വാസത്തിലായാലും ആ മതവിശ്വാസത്തിൽ വിശ്വസ്തയോടെ നിർമ്മലന്മാരായി ആ മതം അനുശാസിക്കുന്ന എല്ലാ ഉപദേശങ്ങളും അനുസരിച്ചങ്ങ് ജീവിച്ചാൽ ആ വ്യക്തിക്ക് പാപ പരിഹാരവും സ്വർഗപ്രാപ്തിയും സാധ്യമാണ് എന്നുള്ള ഒരു ചിന്ത. സഹോദരങ്ങളെ, ഞാൻ മതങ്ങളെ ബഹുമാനിക്കുന്നു. കാര്യം മതങ്ങൾ മനുഷ്യൻ്റെ ധാർമ്മിക നിലവാരത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെയാണ്. ഈ സ്വഭാവത്താൽ പാപപ്രകൃതമുള്ള മനുഷ്യൻ്റെ മേൽ ഏറ്റവും വലിയ നിയന്ത്രണം എന്ന് പറയുമ്പം അവൻ മതങ്ങളാണ്. ആ മതങ്ങൾ സന്മാർഗത്തിൽ നടക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് മതങ്ങളും മതനേതാക്കന്മാരും ചെയ്യുന്ന സേവനങ്ങൾ തീർച്ചയായും പ്രശംസാർഹങ്ങളാണ്. ഞാൻ അവരെ ബഹുമാനിക്കുന്നു, മതങ്ങളെ ബഹുമാനിക്കുന്നു. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ബൈബിൾ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലി ഒന്നിലൂടെ മാത്രമേ പാപപരിഹാരവും നിത്യജീവനും പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നാണ്. സ്തോത്രം. അതാണ് എക്സ്ക്ലൂസിവിസം. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പ്രിയമുള്ളവർ, നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കണം. അതായത് പ്രവൃത്തികളാൽ, കർമ്മങ്ങളാൽ, അനുഷ്ഠാനങ്ങളാൽ മതങ്ങൾ നിർദ്ദേശിക്കുന്ന വ്യവസ്ഥാപിത ക്രിസ്തീയ മതം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. വ്യവസ്ഥാപിത ക്രിസ്തീയ മതം ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന ഈ പ്രമാണങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അങ്ങ് ആചരിച്ചു പോകുന്നു എന്ന് കരുതി പാപപരിഹാരത്തിൻ്റെ ഉറപ്പും നിത്യജീവൻ്റെ പ്രത്യാശയും ഒരുവനിൽ ഉളവാകുന്നില്ല, ഉളവാകാൻ കഴിയുന്നതുമല്ല. നിങ്ങളുടെ കൂടെ ഉണ്ടേ. കാരണം മതങ്ങളും കർമ്മങ്ങളും ഒരുവനെയും നിത്യജീവന് വേണ്ടി ഒരുക്കുന്നില്ല. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തികവുള്ള, ഏവർക്കും പ്രായോഗികമായി അംഗീകരിക്കുവാൻ കഴിയുന്ന യേശുക്രിസ്തു പ്രായശ്ചിത്ത ബലിയിലൂടെ ഒരുക്കപ്പെട്ട തികവുള്ള രക്ഷാമാർഗം. ഈ തികവുള്ള രക്ഷാമാർഗത്തിലൂടെ അല്ലാതെ ആർക്കും പാപപരിഹാരം പ്രാപിക്കാൻ കഴിയുന്നതല്ല. സ്തോത്രം. പ്രിയ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ഈ താൽക്കാലികമായ ഭൗമിക ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും ദൈവം ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാനിത് ആവർത്തിച്ച് ഞങ്ങളെ ഓർപ്പിക്കുന്നൊരു കാര്യമാണ്. സഹോദരങ്ങളെ, ദാഹമുണ്ടോ? വെള്ളമുണ്ട്. വിശപ്പുണ്ടോ? ഭക്ഷണമുണ്ട്. ചൂടുണ്ടോ? തണുപ്പിനുള്ള സംവിധാനമുണ്ട്. തണുപ്പുണ്ടോ? ചൂടായി ജീവിക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഭൗമിക ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും ദൈവം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ സ്വാർത്ഥത പൂണ്ട മനുഷ്യൻ അവൻ്റെ 5ാം തലമുറയ്ക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് കൊണ്ട് അവൻ്റെ സഹജീവികൾക്ക് ആ വിഭവങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ദൈവം ഇവിടെ ഈ പ്രകൃതിയിൽ ഒരു വിഭവവും കുറച്ച് കളഞ്ഞിട്ടില്ല, സകലവും. അപ്പോൾ താൽക്കാലികമായ ഈ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ പ്രധാനമായ മരണാനന്തര ജീവിതം, നിത്യജീവൻ ആവശ്യമുള്ള പാപപരിഹാര മാർഗം ദൈവം ഒരുക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. അതേ, പാപപരിഹാരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. പാപം ദൈവത്തോടുള്ള മത്സരമാണ്. പ്രധാനമായും പാപം ദൈവത്തോടുള്ള മത്സരമാണ്. അപ്പോൾ പാപത്തിൽ ദൈവമാണ് ദ്രോഹിക്കപ്പെടുന്നത്. നമ്മൾ ഒരു കൂട്ടു സഹോദരനെ ദ്രോഹിക്കുമ്പോൾ അവൻ്റെ സൃഷ്ടാവായ ദൈവത്തിനെതിരെയുള്ള ഒരു നടപടിയായിട്ടാണ് ദൈവം അതിനെ കാണുന്നത്.
ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ ഒരു വളർത്തുനായ അടുത്ത വീട്ടിലോട്ട് നിങ്ങൾ ലാളിച്ച് വളർത്തുന്ന ഒരു ദിവസം തുടലൂരി വിട്ടപ്പം ഓടി അടുത്ത വീട്ടിലോട്ട് കയറി ചെന്നു. അടുത്ത വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ നിങ്ങളോട് അല്പം ഒരു നീരസമുള്ള ഒരു മനുഷ്യനാണ് അയൽക്കാരനെങ്കിൽ അദ്ദേഹം കിട്ടിയ പരുവത്തിന് അതിനെ അടിച്ച് അതിൻ്റെ കാലൊടിച്ചു. അത് നിലവിളിച്ചുകൊണ്ട് ഒടിഞ്ഞ കാലുമായി നിലവിളിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അയ്യോ, നിങ്ങൾക്ക് വിഷമം തോന്നും. അദ്ദേഹം ആ നായോട് ചെയ്ത ദ്രോഹം എന്നതിനേക്കാൾ നിങ്ങളോട് ചെയ്ത ഒരു ദ്രോഹമായിട്ടല്ലേ നിങ്ങളതിനെ കാണുന്നത്. അദ്ദേഹം അത് നായോട് ദേഷ്യം ഉണ്ടായിട്ടും അല്ല ചെയ്തത്, നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടാണ് ചെയ്തത്. നോക്കണേ, നിങ്ങളോടുള്ള ദ്രോഹം. ഇതുപോലെ സ്തോത്രം, ദൈവസൃഷ്ടിയായ സഹോദരനെ ദ്രോഹിക്കുമ്പോൾ ദൈവത്തിനെതിരെയാണ് നിങ്ങൾ നടപടിയെടുക്കുന്നത്. ദൈവമാണ് അവിടെ. അപ്പോൾ അതിന് ക്ഷമ ലഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് ക്ഷമ ലഭിക്കണം. ദൈവത്തിൽ നിന്ന് ക്ഷമ ലഭിക്കുവാൻ സ്തോത്രം ദൈവം തന്നെ തികവുള്ള ഒരു രക്ഷാമാർഗമൊരുക്കി, നിങ്ങളുടെ പാപത്തിന് പരിഹാരമൊരുക്കി. അത് ദൈവത്തിൻ്റെ ഇനീഷ്യേറ്റീവിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന സൗജന്യമായ രക്ഷാമാർഗമാണ്. ഇങ്ങനെ ദൈവം തന്നെ ആർക്കും അനുഭവിക്കാൻ കഴിയുന്നതും സൗജന്യമായതും പ്രായോഗികമായി ഇന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതുമായ രണ്ടാമതൊരു രക്ഷാമാർഗം ലോകത്തിൽ ഒരു മതവും നിഷ്കർഷിക്കുന്നില്ല, ഒരു മതവും ഉപദേശിക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കോൺസ്റ്റാന്റിനിയനിസം എന്ന് പറയുമ്പോൾ ഉപദേശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് രാഷ്ട്ര സംവിധാനത്തെ പ്രീണിപ്പിക്കുകയും അധികാരികളെ പ്രസാദിപ്പിക്കുകയും ചെയ്ത് എല്ലാവരെയും പ്രീണിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു മനോഭാവം ദൈവസഭയ്ക്ക് ദൈവം അനുവദിച്ചിട്ടുള്ളതല്ല. സ്തോത്രം. വിട്ടുവീഴ്ച ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഭൗമികമായ കാര്യങ്ങളിലാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, അല്ലാതെ ആത്മീയ വിഷയങ്ങളിലല്ല വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പലപ്പോഴും സഭ നിങ്ങൾ ഈ പ്രാവശ്യം കോടതി ഇടപെട്ടിരിക്കുക, സ്വയാശ്രയ കോളേജ് 2 അനുഭവിച്ചിട്ടുള്ളൂ, പക്ഷേ 4 സഭക്കാരിൽപ്പെട്ട്. അതുകൊണ്ട് അധികാരികൾ പറയാം 2 അവരനുഭവിച്ചിട്ടുള്ളൂ, എന്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് നറുക്കിട്ടെടുക്കാം. 4 പേരുണ്ട്, 4 പേര് നറുക്കിട്ട് 2 പേർക്ക് സ്വയാശ്രയ കോളേജ് തുടങ്ങാൻ അനുവാദം. അപ്പോൾ മറ്റൊരു നിങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യും. അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. തന്നെയല്ല, നിങ്ങൾക്ക് നിയമം അനുവദിക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് ജനസേവനത്തിനുള്ള സ്ഥാപനങ്ങൾ തുടങ്ങണം. അല്ലാതെ സഭയൊരിക്കലും ഒരു ബിസിനസ്സിൻ്റെ നിലയിലേക്ക് പോകരുത്. എത്രയെത്ര വേറെ പൊതുജനങ്ങൾക്ക് ഗുണകരമായ എത്രയെത്രയോ സേവന മേഖലകൾ ഇന്നും തുറന്നു കിടപ്പുണ്ട്. അതിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ മർക്കടമുഷ്ടി പിടിച്ചോണ്ട് ഞങ്ങൾക്കും കിട്ടണം, അവിടെ വിട്ടുവീഴ്ച ചെയ്യണം. സ്തോത്രം. എന്നാൽ ഉപദേശ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് മുമ്പോട്ട് പോകുന്നൊരു സംവിധാനം ദൈവവചനം അനുവദിച്ചിട്ടുള്ളതല്ല. അതാണ് കോൺസ്റ്റാന്റിനിയനിസത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത്. ഇനി 4ാമത്തെ ഈ തത്വം, രാഷ്ട്രവും സഭയും തമ്മിലുള്ള ബന്ധം, 4ാമത്തെ തത്വം എന്ന് പറഞ്ഞാൽ പങ്കാളിത്ത ബന്ധം, പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു ഇതാണ്. സഭയും രാഷ്ട്രവും പരസ്പരം അംഗീകരിക്കുകയും ഓരോന്നിനും ദൈവം നൽകിയ ഉത്തരവാദിത്വം നിവർത്തിക്കുവാൻ അന്യോന്യം സഹായിക്കുകയും ക്രിയാത്മകമായ പരസ്പര പങ്കാളിത്വത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇതാണ് മാതൃകാപരവും. റോമാലേഖനം 13-ാം അധ്യായത്തിൽ ഇവിടെ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ നമ്മെ പ്രബോധിപ്പിക്കുന്നത് ഇതാണ്. സ്തോത്രം. ഞാൻ ഒന്നും കൂടി പറയാം. സ്തോത്രം. ഈ 4ാമത്തെ ബന്ധം, 4ാമത്തെ തത്വം, ഈ 4ാമത്തെ തത്വം എന്ന് പറയുന്നത് പങ്കാളിത്ത ബന്ധമാണ്. കാര്യം സഭയ്ക്ക് ചുമതലകളുണ്ട്, രാഷ്ട്രത്തിന് ചുമതലകളുണ്ട്. രാഷ്ട്രം സഭയെ അംഗീകരിക്കുന്നു, അതുപോലെ സഭ രാഷ്ട്രത്തെ അംഗീകരിക്കണം. അധികാരസ്ഥന്മാരെ ബഹുമാനിക്കണം, സഭ അവരെ അംഗീകരിക്കണം. ജനങ്ങൾ തിരഞ്ഞെടുത്ത രാഷ്ട്രത്തലവന്മാരെ സഭ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. നോക്കട്ടെ, പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആ സഹകരണ മനോഭാവം, ഓരോന്നിനും ദൈവം നൽകിയ ഉത്തരവാദിത്വം നിവർത്തിക്കുവാൻ അന്യോന്യം സഹായിക്കണം. ക്രിയാത്മകമായ പരസ്പര പങ്കാളിത്വത്തിൽ നിലനിൽക്കുന്ന ഒരു മനോഹരമായ ഒരു സ്ഥിതി, അതാണ്
സഭയ്ക്ക് രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ ഓരോ ഇലക്ഷൻ വരുമ്പോഴും ബാർഗെയിൻ ചെയ്ത് നിങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് ഇന്നത് സമ്മതിക്കാമോ, അയ്യോ അങ്ങനെയല്ല ബാർഗെയിൻ ചെയ്ത് നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പോലും നേടുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല പ്രിയമുള്ളവർ, സഭയ്ക്ക് ആത്മീയ കാര്യങ്ങൾ നോക്കാൻ ദൈവം നിയമിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിന് ഇവിടുത്തെ ക്രമസമാധാന പരിപാലനവും ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സുരക്ഷയും അതെല്ലാം ഉറപ്പാക്കുവാനായി, ഇവിടുത്തെ ക്ഷേമ പദ്ധതികൾ നിർവഹിക്കുവാനായി, അതിൽ മതവ്യത്യാസം കൂടാതെ, ഈ നിരീശ്വരനാണെന്നുള്ള വ്യത്യാസം പോലും കൂടാതെ, സ്ത്രീ എന്നോ പുരുഷനെന്നുള്ള വ്യത്യാസം കൂടാതെ, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും സമഭാവേന കണ്ടുകൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രയോജനകരമായ ഓരോരോ തത്വങ്ങൾ രൂപപ്പെടുത്തുകയും നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് നടപ്പാക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന അധികാരികളെ അതിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. അതാണ് രാഷ്ട്രം ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ പണ്ടുണ്ടായിരുന്നു ഒരു റഷ്യൻ ഓർത്തഡോക്സ് സഭയെ രാഷ്ട്രം അംഗീകരിച്ചു. എന്നിട്ട് രാഷ്ട്രം അംഗീകരിച്ചപ്പോൾ എന്തായുണ്ട്, രാഷ്ട്രീയ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റികളുണ്ട്. ആ ലോക്കൽ കമ്മിറ്റികളിൽ ഞായറാഴ്ച പള്ളിയിൽ പട്ടക്കാരൻ പ്രസംഗിക്കേണ്ട പ്രസംഗം എഴുതി തയ്യാറാക്കി കൊടുത്തിട്ട് ആ കൊടുത്തിരിക്കുന്ന അത് അവിടുത്തെ പാർട്ടി നേതാക്കന്മാർ അത് വായിച്ച് അതിനകത്ത് അത് അംഗീകരിച്ച് കഴിഞ്ഞെങ്കിലേ അത് പള്ളിയിൽ വായിക്കാനായിട്ട് അനുവാദമുള്ളൂ. അങ്ങനത്തെ ഒരു സംവിധാനം അതാണ് നിയന്ത്രിച്ചത്. അതാണ് ഉപദേശത്തെ പള്ളിയിൽ എന്താ പ്രസംഗിക്കേണ്ടതെന്നുള്ളത് രാഷ്ട്രമല്ല തീരുമാനിക്കേണ്ടത്. എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ. മോസ്കിൽ എന്താ പ്രസംഗിക്കേണ്ടത് രാഷ്ട്രമല്ല തീരുമാനിക്കുന്നത്. അമ്പലത്തിൽ എന്താണ് പ്രസംഗിക്കുന്നതെന്ന് രാഷ്ട്രമല്ല തീരുമാനിക്കുന്നത്. നോക്കണേ, പക്ഷേ എല്ലാവരെയും അംഗീകരിക്കുന്നത്. പക്ഷേ മറ്റൊരുവൻ്റെ സ്വാതന്ത്ര്യത്തിന്മേൽ ഒരു മതം കടന്നുകയറ്റം നടത്തുമ്പോൾ അതിനെ നിയന്ത്രിക്കുവാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രത്തിനുണ്ട്. എല്ലാവർക്കും സമഭാവേന, എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യവും അവകാശവുമുള്ള ഒരു സംവിധാനം. ആരും ആരെയും ദ്രോഹിക്കുവാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം, സമാധാനപരമായ ഒരു അന്തരീക്ഷം, സാമൂഹ്യ ജീവിതം, സ്വൈര്യതയുള്ള ക്ഷേമ രാഷ്ട്രത്തിൻ്റെ സാമൂഹ്യ ജീവിതം ഉറപ്പുവരുത്തുക, അതാണ് രാഷ്ട്രത്തിൻ്റെ ചുമതല. അത് നിർവഹിക്കുന്നതിൽ സഭ രാഷ്ട്ര സംവിധാനത്തെ സഹായിക്കണം. സഭ രാഷ്ട്രത്തെയും രാഷ്ട്രം സഭയും അംഗീകരിക്കുന്ന ഒരു സംവിധാനം, അതാണ് പങ്കാളിത്ത സംവിധാനം, പങ്കാളിത്ത ബന്ധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. പ്രിയപ്പെട്ട, ഈ ഒരു സംവിധാനം വരുമ്പോൾ സഭാ നേതൃത്വത്തിലുള്ളവർ രാഷ്ട്രീയം കളിക്കാൻ പോവുകയില്ല. സഭാ നേതൃത്വത്തിലുള്ളവർ ആത്മീയ ശുശ്രൂഷകളാണ് നിർവഹിക്കേണ്ടത്. ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ നേരമില്ലല്ലോ. പിന്നെ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് പോകാനായിട്ട് അവസരം കിട്ടും? പ്രിയമുള്ളവരെ, രാഷ്ട്ര നേതാക്കന്മാരെയും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുകയും നമ്മൾ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ സ്തോത്രം, അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൈകടത്താനും അവരുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും ഒരിക്കലും ദൈവവചനം ഒരു ദൈവ പൈതലിന് അനുവാദം കൊടുത്തിട്ടുള്ളതല്ല. അപ്പോൾ പങ്കാളിത്ത ബന്ധം എന്നുള്ളതാണ് പൗലോസ് ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നത്. ഇതാണ് റോമർ 13 ഉദ്ദേശിക്കപ്പെട്ടുള്ളത്. ഇനിയും സഭയ്ക്കും രാഷ്ട്രത്തിനും വ്യത്യസ്ത ചുമതലകളാണുള്ളത്. ദൈവമക്കൾ രണ്ടിനോടുമുള്ള കടമ നിർവഹിക്കണം. യേശുവിൻ്റെ തന്നെ വാക്കുകൾ, യേശു ക്രിസ്തു ഇതാ പഠിപ്പിക്കുന്നു. സഭയ്ക്ക് ചില ചുമതലകളുണ്ട്. സഭയ്ക്കുള്ള ചുമതല സഭ ചെയ്യുകയും രാഷ്ട്രത്തിലുള്ള ചുമതല രാഷ്ട്രം ചെയ്യുകയും, രാഷ്ട്രത്തിലെ ചുമതലകൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ സഭയ്ക്കോ, സഭയുടെ ചുമതലകളിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ രാഷ്ട്രത്തിനോ അനുവാദമില്ല എന്നതാണ് ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കുന്നത്. കർത്താവ് തന്നെ പഠിപ്പിച്ച കാര്യം നിങ്ങൾ ഓർത്ത് നോക്കുക. മർക്കോസിന് സുവിശേഷം 12-17 വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കൈസർക്കുള്ളത് കൈസർക്കും, തീർന്നില്ല, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം. നോക്കട്ടെ, കർത്താവ് അതാ പഠിപ്പിച്ചത്. കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ പലസ്തീൻ നാട് റോമൻ ഭരണത്തിന് കീഴിലായിരുന്നു. റോമൻ ഭരണ സംവിധാനം ഇവിടെ അന്യായമായ ചുങ്കം ചുമത്തിയിരുന്നു. അന്യായ ചുങ്കം നമുക്കറിയാമല്ലോ, തലക്കരമുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ, ഇവിടുത്തെ ശ്വാസം വലിക്കുന്നു എന്നുള്ള കാരണത്താൽ ഒരാൾ 2 ദ്രഹ്മ കൊടുക്കണം ഒരു തലയ്ക്ക്. നോക്കണേ, ഒരു വീടിനല്ല കരം,
ഓരോ വ്യക്തിക്കും തലക്കരമുണ്ടായിരുന്നു. 2 ദ്രഹ്മ എന്ന് പറയുന്നത് 1 ദ്രഹ്മ ഒരു കൂലിക്കാരൻ്റെ ഒരു ദിവസത്തെ കൂലിയാണ്. ഒന്ന് ഓർക്കുക, 2 ദ്രഹ്മ എന്ന് പറഞ്ഞാലോ, 2 ദ്രഹ്മ എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ കൂലി. ഇന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, എല്ലാ മേഖലകളിലും മിനിമം ശമ്പളം 700 രൂപയായി നിശ്ചയിക്കാൻ താല്പര്യപ്പെടുന്നത്. ആട്ടെ, ഇപ്പോൾ 700 രൂപ എന്ന് വെച്ചാൽ 2 ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ 1400 രൂപ ഒരാണ്ടിൽ ചുങ്കം കൊടുക്കണം. എന്താ നിനക്ക് സ്വത്തുണ്ടോ? ഒന്നുമില്ല, ഞാൻ കടത്തിന്മേലാണ് കിടക്കുന്നത്, പിന്നെ നീ എന്തിനാണ് കൊടുക്കുന്നത്? നീ കൊടുക്കുന്നത്? നീ ഇവിടുന്ന് ശ്വാസം വലിച്ച് ഇവിടെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് സർക്കാരിന് കൊടുക്കണം. എന്തൊരു അന്യായ ചുങ്കമായിരുന്നു. അങ്ങനെ അന്യായ ചുങ്കം ചുമത്തുന്നതിനെതിരെ ഒളിപ്പോരാളികളായി സെലോട്ട്സ്, എരിവുകാരെന്ന് പറയുന്ന ആളുകൾ രംഗത്ത് വന്നു. അവരിൽ ശീമോൻ ഒക്കെ കർത്താവിൻ്റെ ശിഷ്യനായി തീർന്നു, നമുക്കറിയാമല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ കർത്താവിനെ ഒന്ന് കുരുക്കണം എന്നുള്ള ചിന്തയോടെ വന്നാണ് ചോദിച്ചത്, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ? കൈസർക്ക് കരം കൊടുക്കണം എന്ന് കർത്താവ് പറഞ്ഞാൽ അവർ ഉടനെ പറയും, ശരി, ഒളിപ്പോരാളികൾ കർത്താവിനെതിരാകും. കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കരം കൊടുക്കുന്ന വിലയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അധികാരികളുടെ റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ കർത്താവ് കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത്, കരത്തിൽ നാണയം കാണിക്കാൻ പറഞ്ഞു. നാണയം കാണിച്ചു. ഇതിൻ്റെ സ്വരൂപം മേലെടുത്തും ആരുടെയാണെന്ന് ചോദിച്ചു. ഇതിൻ്റെ സ്വരൂപം മേലെടുത്തും കൈസറുടെയാണെന്ന് പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുത്തോളാൻ പറഞ്ഞു. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. സ്തോത്രം. അതാണ്. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കരുത് പ്രിയപ്പെട്ടവരെ. കൈസറുടെ സ്വരൂപവും മേലെടുത്തുള്ളത് കൈസർക്ക് കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്വരൂപവും മേലെടുത്തുള്ളത് നമ്മൾക്കാണ്, നമ്മുടെ മേലാണ്. നമ്മുടെ മേലെ അവിടുത്തെ സ്വരൂപവും മേലെടുത്തുള്ളത് കൊണ്ട് നാം നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കണം, നമ്മെ തന്നെ കർത്താവിനായി സമർപ്പിച്ചു കൊടുക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രത്തോട് നമ്മുടെ ബന്ധത്തിൽ സ്വൈര്യ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധിയും വിവേകവും ദൈവഭയവും നമ്മുടെ അധികാരസ്ഥന്മാർക്കുണ്ടാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആ സഹകരണ മനോഭാവത്തിൽ, പങ്കാളിത്ത ബന്ധത്തിൽ സഭയും രാഷ്ട്രവും നിലനിൽക്കുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവത്തിനുള്ളത് ദൈവത്തിന്, രാഷ്ട്രത്തിനുള്ളത് രാഷ്ട്രത്തിന്, കൈസർക്കുള്ളത് കൈസർക്ക്. നാം ദൈവത്തിൻ്റെ സ്വരൂപവും മേലെടുത്തുമുള്ളവരാകയാൽ നമ്മളെ തന്നെ കർത്താവിനെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഞങ്ങൾ എങ്ങനെ പെരുമാറണമെന്നുള്ളതിന് അങ്ങന്ന് അവിടുത്തെ തിരുവെഴുത്തിൽ ഞങ്ങൾക്ക് പ്രബോധനം നൽകിയിട്ടുള്ളതിനാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ രാഷ്ട്രീയ സംവിധാനത്തെ ആദരിക്കുകയും ഉത്തമ പൗരന്മാർ എന്ന നിലയിൽ ഞങ്ങളുടെ കടമകൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും, കർത്താവെ, ദൈവത്താൽ നിയമിക്കപ്പെട്ട അധികാരങ്ങളാണെന്നുള്ള തിരിച്ചറിവോടെ അവരെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അങ്ങയുടെ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് അനുവാദം തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ തന്നെ അങ്ങേക്കായി സമർപ്പിക്കുവാനും, കർത്താവെ, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളതും ദൈവത്തിനും കൊടുത്ത് കർത്താവെ അങ്ങേക്ക് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ വചനമാകയാൽ അപ്പച്ച അങ്ങ് ഞങ്ങളെ അതിനെ പ്രബോധിപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളെ അധികാരസ്ഥരായ കർത്താവെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതപ്രകാരവും നീതിപൂർവവുമായുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കണം. കർത്താവെ, സമൂഹത്തിൽ സമാധാനം നിലനിൽക്കണം. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ ഈ സാഹചര്യത്തിൽ വളരെ യോഗ്യമായ, വളരെ വിവേകപൂർവമായ, മുൻവിധിയില്ലാത്ത, കർത്താവെ, വിഭാഗീയ മനോഭാവമില്ലാത്ത നീതിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവെ അധികാരികൾക്ക് കൃപ നൽകുകയും, കർത്താവെ ഞങ്ങളെ തിരുമേനി സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. ദേശത്തു നിന്ന് ഈ മഹാമാരിയെ തിരുമേനി മാറ്റുകയും സ്വൈര്യ ജീവിതത്തിനും സ്വാതന്ത്ര്യമായ കൂട്ടായ്മകൾ നടത്തുവാനും അങ്ങയുടെ വചനം പ്രസംഗിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം കൊണ്ടെടുക്കണം. കേൾവിക്കാരായ സഹോദരങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കണം. ഞെരുങ്ങുന്നവരെ തിരുമേനി വിശാലതരാക്കണം. രോഗികളെ സൗഖ്യമാക്കണം. ദുഃഖിതരുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കണം. മഹത്വം കൊണ്ടെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.